എന്നാൽ ഇന്ന് ISRO എന്ന് പറയുന്ന ഒരു ടീമിന്റെ ശാസ്ത്രമുണ്ടല്ലോ, അവിടെ നിന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ ചെയർമാനായ സോമനാഥനോട് ഒരിക്കലും ചോദിക്കുകയല്ലേ, പ്രിയപ്പെട്ടവരെ ഈ വിശ്വാസികൾ പറയുന്നുണ്ടല്ലോ ഈ ലോകം അവസാനിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, ഒരു സയന്റിസ്റ്റ് എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തെ എന്റെ പ്രിയമുള്ളവരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിച്ച വിശുദ്ധമായ ഖുർആനും പറഞ്ഞത് ഇത് തന്നെയല്ലേ? കൂട്ടി വായിക്കണം പ്രിയമുള്ളവരെ, വിശുദ്ധമായ ഖുർആൻ എത്രയോ അത്ഭുതമാണെന്ന് മനസ്സിലാക്കണം. ഇന്ന് ചന്ദ്രയാൻ 3 എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് പല രാജ്യക്കാരും ഇന്ന് ആ ചന്ദ്രനിലേക്ക് ആ പേടകം ഇറക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ ഇന്ന് ആദ്യമായി ഇന്ത്യയിൽ ISRO എന്ന് പറയുന്ന ഈ ഒരു ശാസ്ത്രലോകം എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്ത്യയുടെ ശാസ്ത്രലോകമാണ് പ്രിയമുള്ളവരെ. അതാ പേടകം അവിടേക്ക് ഇറക്കിയപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഞാനും നിങ്ങളും ഇന്ന് അഭിമാനം കൊള്ളുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് കേട്ട സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെന്നറിയുമോ? ആ ISROയിലെ ചെയർമാനോട് ഇന്റർവ്യൂവിൽ ഒരു അവതാരകൻ ചോദിക്കുകയാണ്, വിശ്വാസികൾ പറയുന്നുണ്ടല്ലോ ലോകം അവസാനിക്കുമെന്ന്, ഒരു സയന്റിസ്റ്റ് എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആ സോമനാഥൻ എന്ന് പറയുന്ന ISROയിലെ ചെയർമാൻ പറഞ്ഞത് എന്താണെന്നറിയുമോ? തീർച്ചയായും ഈ ലോകം അവസാനിക്കുന്നതാ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇനി വെറും 4000 മില്യൺ ഇയേഴ്സ് മാത്രമേ സൂര്യനുള്ളൂ. സൂര്യന് അസ്തമിച്ചു പോകുന്നതില്, സൂര്യൻ നശിച്ചു പോകുന്നതിൽ സംശയമില്ല എന്ന് ISROയിലെ ചെയർമാൻ പോലും ലോകത്തോട് പ്രസ്താവിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒന്ന് മനസ്സിലാക്കണേ. എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞതെന്നറിയുമോ പ്രിയമുള്ളവരെ? അതായത് ആ സൂര്യന്റെ ഉണ്ടല്ലോ തീജാലകൾ ഇങ്ങനെ കത്തിത്തീരുമ്പോ അതിന്റെ ഭ്രമണപഥത്തെക്കാൾ അത് ജീർണിച്ചു വരികയാ, അതിന്റെ ഭ്രമണപഥത്തെക്കാൾ അത് വലുതായി വരികയാ. അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ, ചന്ദ്രനും എല്ലാ ഗ്രഹങ്ങളും ഉണ്ടല്ലോ, ആ സൂര്യൻ എന്ന് പറയുന്ന തീജാലമായ ആ സൂര്യനിലേക്ക് എന്റെ പ്രിയമുള്ളവരെ പ്രവേശിക്കുകയും അങ്ങനെ ഈ ഗ്രഹങ്ങൾ മുഴുവനും നശിച്ചു പോവുകയും, എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, എന്നിട്ട് ആ സൂര്യനുണ്ടല്ലോ കത്തി അതിന്റെ ചാലകൾ തീരുമ്പോ ഒരു സ്റ്റാറായി മാറുമെന്ന് ഇന്ന് ചന്ദ്രയാൻ 3 എന്റെ പ്രിയമുള്ളവരെ, ISROയിലെ പേടകം ഇന്ന് ചന്ദ്രനിൽ ഇറങ്ങിയപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പഠനങ്ങൾ പോലും നമുക്ക് പഠിപ്പിച്ചു തന്നെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ശാസ്ത്രലോകം പോലും നമുക്ക് പഠിപ്പിച്ചു തന്നെങ്കിൽ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞത് എന്താ പ്രിയമുള്ളവരെ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നതെന്ന് കേൾക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യസ്അലു അയ്യാന യൗമുൽ ഖിയാമ ഫഇദാ ബരികൽ ബസറു വഹസഫൽ ഖമറു വജുമിഅ ശംസു വൽ ഖമർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ പ്രിയമുള്ളവരെ, യസ്അലു അയ്യാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ കുറിച്ച് അങ്ങയോട് ചോദിക്കപ്പെട്ടാൽ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം. ഫൈദാ ബരികൽ ബസറു, അത് കണ്ണുകളെ ഉണ്ടല്ലോ അന്താളിപ്പിച്ച് കളയുന്ന സംഭവമാണെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ. എന്നിട്ട് പറഞ്ഞു കൊടുക്കണം ഹസഫൽ ഖമർ, ഈ സന്ധ്യാസമയങ്ങളിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ശോഭയോട് ഉദിച്ചു നിൽക്കുന്ന കാണാൻ നല്ല രസമുള്ള ഈ ചന്ദ്രനുണ്ടല്ലോ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ വഹസഫൽ ഖമറു, ഈ ചന്ദ്രന്റെ പ്രകാശമുണ്ടല്ലോ ഇരുളയുകയും ചെയ്താൽ സൂര്യനും ചന്ദ്രനും ഉണ്ടല്ലോ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖിയാമത്ത് നാൾ സംഭവിച്ചു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുമ്പോ, ഇത് തന്നെയല്ലേ എന്റെ പ്രിയമുള്ളവരെ സോമനാഥനും പറഞ്ഞത്? ISROയിലെ ചെയർമാനായ സോമനാഥനും പറഞ്ഞതിന്റെ പ്രിയമുള്ളവരെ, ഇത് തന്നെയല്ലേ? അതായത് സൂര്യന്റെ തീജാലകൾ എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ കത്തിത്തീരുമ്പോൾ അതിന്റെ ഉണ്ടല്ലോ ഭ്രമണപഥത്തെക്കാൾ അത് വലുതാവുകയും, എന്നിട്ട് എല്ലാ ഗ്രഹങ്ങളും അതിലേക്ക് പ്രവേശിക്കുകയും എന്നിട്ട് നശിച്ചു പോവുകയും, അതാ എന്നിട്ട് തീജാലകളെല്ലാം കത്തിത്തീർന്ന് ഒരു സ്റ്റാറായി, ഒരു നക്ഷത്രമായി എന്റെ പ്രിയമുള്ളവരെ സൂര്യൻ മാറുമെന്ന് ISROയിലെ ചെയർമാനായ സോമനാഥൻ പോലും എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞെങ്കിൽ, വിശുദ്ധമായ ഖുർആൻ എന്നേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു തന്ന സത്യമാണെന്ന് മനസ്സിലാക്കണോ?